രോഹിതേ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല എന്ന് പലപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ വൈദ്യുതി നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല 30 വർഷം പഴക്കമുള്ള ഡാമുകളൊക്കെ പൊളിച്ചു കളയണമെന്നൊക്കെ ഒരു തീരുമാനമൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഡാമുകൾ പൊളിച്ചു കളയുമ്പോൾ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അതിശക്തമായ ഈ ഡാമിലെ വെള്ളത്തിലൂടെയാണ്. അപ്പോൾ ഈ കറണ്ടിന് അല്ലെങ്കിൽ വൈദ്യുതിക്ക് നമ്മൾ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം. മറ്റത് ഈ PM സൂര്യഘർ എന്ന് പറയുന്ന ഒരു പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വൈദ്യുതി പരമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും സോളാർ, 2 ലക്ഷം രൂപ വരെ ലോണ്, അതിൽ 78,000 രൂപ സബ്സിഡി, 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഇനി വൈദ്യുതി ഉപയോഗം കുറവാണ് എങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുവാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ കാര്യങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ എന്താണ് ആ ഒരു ഈ PM സൂര്യഘറുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരോട്, മീഡിയ മലയാളത്തിൻ്റെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ PM സൂര്യഘർ പദ്ധതി നാട്ടിൽ വലിയ സ്വീകാര്യത കിട്ടേണ്ടുന്ന ഒരു പദ്ധതിയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ തലങ്ങളിലേക്കുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കാറുണ്ട്. ഇതിൽ ഒരു 50% മാത്രമാണ് സാധാരണക്കാരിലേക്ക് എത്തിപ്പെടാറുള്ളത്. ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ആശയമാണ്. ഒരു നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക. പിന്നെ ജലവൈദ്യുത പദ്ധതികൾ മാത്രമല്ല, ഡാമുകൾ കൊണ്ട് പല പ്രയോജനങ്ങളുണ്ടെങ്കിൽ പോലും അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ പലപ്പോഴും ഭീഷണിയിലാക്കുന്നുണ്ട്. ഒരു ഡാമുകൾ പണിയുമ്പോൾ ഹെക്ടർ കണക്കിന് ഏക്കർ വനഭൂമി മണ്ണിനടിയിലാകുന്നു, അവിടുത്തെ ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ കാലം മുതൽ അന്ന് തന്നെ പ്രായോഗികമായി നടപ്പിലാക്കേണ്ടുന്ന പല പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. നമ്മൾ ഒരുപാട് പിന്നിലാണ് ആ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ വിവരങ്ങൾ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. സ്വാഭാവികമായും KSEB ബില്ലടച്ച് മുടിഞ്ഞിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമുക്കിടയിലുള്ളത്. KSEB അവരുടെ ഇഷ്ടത്തിന് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അവർ ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ 8 മണി മുതൽ 11 മണി വരെ വൈദ്യുതി നിയന്ത്രണമായിരുന്നു. അത് തുടരുമെന്നാണ് ബഹുമാനായ വൈദ്യുത വകുപ്പ് മന്ത്രി പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കി ബാക്കി വരുന്ന വൈദ്യുതി KSEBക്ക് അങ്ങോട്ട് വിറ്റിട്ട് KSEBയിൽ നിന്ന് പൈസ തിരികെ വാങ്ങുന്ന ഒരു പദ്ധതിയാണ് PM ഈ പറയപ്പെടുന്ന സൂര്യഘർ. അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകാം ഒരു സോളാർ പദ്ധതി വീട്ടിലേക്ക്. അപ്പോൾ ഒരു സാധാരണ ഒരു 1000-ഓ 2000-ഓ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിലേക്ക് 3 കിലോ വാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റാണ് വെക്കേണ്ടതെങ്കിൽ അതിന് വരുന്ന തുക ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് ഈ 2 ലക്ഷം രൂപ ആദ്യമേ എടുത്ത് സോളാർ പാനലുകൾ വെക്കാനുള്ള, സോളാർ ഈ സംവിധാനം ഒരുക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ദേശസാൽകൃത ബാങ്കുകൾ വഴി 2 ലക്ഷം രൂപ ലോൺ അനുവദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ വീട്ടിൽ സോളാർ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്നെ പിന്നോട്ട് വലിക്കുന്നത് 2 ലക്ഷം രൂപ ഒരുമിച്ചെടുത്ത് അടച്ചാൽ മാത്രമാണ് നമുക്കതിൽ നിന്ന് ഈ PM സൂര്യഘർ വഴി 78,000 രൂപയാണ് 3 കിലോ വാട്ട് പ്രൊജക്റ്റിന് കിട്ടുന്ന സബ്സിഡി എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 1 ലക്ഷത്തിൽ പരം രൂപ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയിലാണ് പലരും ഈ പ്രൊജക്റ്റിന് പിന്നാലെ പോകാത്തത്. ഇപ്പോൾ SBI, കാനറ ബാങ്ക് പോലെയുള്ള ദേശസാൽകൃത ബാങ്കുകൾ വഴി സർക്കാർ ഇടപെട്ട് നമുക്ക് ലോൺ തരികയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കും വരുമാനമുള്ളവർക്കും മാത്രമല്ലേ ലോൺ കിട്ടും? അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ആധാർ കാർഡും പാൻ കാർഡും ഉണ്ട്, നിങ്ങളുടെ സിവിൽ സ്കോർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സിവിൽ സ്കോറിൽ പോലും ചില പരിമിതികൾ, മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? നിങ്ങൾ എന്തായാലും ഒരു മാസത്തിൽ 1000-ഉം 2000 രൂപയും കറണ്ട് ബിൽ അടയ്ക്കുന്നവരാണ്. സ്വാഭാവികമായും ആ തുക നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ആ തുക ലോണിലേക്ക് അടച്ചാൽ മതി. 10 വർഷം കൊണ്ട് ഈ ലോൺ അടച്ചു തരും. 2 ലക്ഷം രൂപ 3 കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റിന് ബാങ്കുകൾ ലോൺ തരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി തുക, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ 78,000 രൂപ നമ്മുടെ കയ്യിലേക്കല്ല കിട്ടുക, ആ ലോൺ അക്കൗണ്ടിലേക്ക് അടയ്ക്കും. പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ തുക വരാൻ ഒരു 3 മാസം മുതൽ 4 മാസം വരെ സമയമെടുക്കും. അതുവരെയാണ് ഒരു 2,000 രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ അടവ് വരിക. ഈ സബ്സിഡി തുക കിട്ടിക്കഴിഞ്ഞാൽ അടവ് EMI കുറയുന്നു. 1,200 രൂപയോളം മാത്രം മതി ഈ ലോൺ അടച്ചു പോകാൻ. എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ 2,000 രൂപയ്ക്ക് അടുത്ത് കറണ്ട് ബിൽ അടയ്ക്കുന്ന ഒരാളാണ്. അവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 800 രൂപ അതിൽ ലാഭം കിട്ടുകയാണ് മാസം. അത് പോകട്ടെ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ അച്ഛനും അമ്മയും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അവിടെ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ്. അപ്പോൾ ഈ
വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബാക്കി വൈദ്യുതി KSEBയിലേക്ക് കൊടുക്കുകയാണ്. KSEB സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് പണം കൊടുത്ത് വലിയ തോതിൽ കറണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തുകയും എല്ലാ വർഷവും വർഷാവസാനം ഇതിൻ്റെ കണക്കെടുത്ത് ജൂൺ ജൂലൈ മാസത്തോടു കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ വിളിക്കുന്ന വൈദ്യുതി, അതായത് നമ്മൾ കച്ചവടക്കാരാവുകയാണ്. ഇത്രയും കാലം നമ്മൾ KSEBയിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചു കൊണ്ടിരുന്ന വൈദ്യുതിക്ക് പകരമായി തിരിച്ച് KSEBക്ക് കറണ്ട് കൊടുത്തിട്ട് പവർ കൊടുത്തിട്ട് അവരിൽ നിന്ന് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയപ്പെടുന്ന സൂര്യഘർ പദ്ധതി. ഈ സൂര്യഘർ പദ്ധതി ഒരുപാട് ജനങ്ങൾക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരം പദ്ധതികൾ വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവർ ഈ പദ്ധതി ഏറ്റെടുക്കുമെന്നോ അല്ലെങ്കിൽ ഇവർ ഈ പദ്ധതിയെ പിന്താങ്ങുമെന്നോ തോന്നുന്നു? അല്ല, ഇത് സംസ്ഥാന സർക്കാരിന് അത് തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം KSEB ഓരോ വീടുകളിലേക്കും ഈ പറഞ്ഞ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി വൈദ്യുതി എത്തിക്കുന്നതിനായി പുറത്തുനിന്ന് വലിയ തുക കൊടുത്ത് വൈദ്യുതി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ വീടുകളിലേക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിന് ബാക്കി വരുന്ന കറണ്ട് നമ്മൾ KSEBക്കാണല്ലോ കൊടുക്കുക. അത് KSEB മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് KSEBക്ക് വലിയ ബാധ്യതയാകുന്ന സംഭവമല്ല. KSEBക്ക് എന്തായാലും ഈ പറയപ്പെടുന്ന നമുക്ക് തരുന്ന കറണ്ടിന്റെ പൈസയാണ് അവർ വാങ്ങുന്നത്. പിന്നെ മീറ്റർ വാടകയും കാര്യങ്ങളും ഒക്കെ എല്ലാ മാസവും കൃത്യമായി നമ്മൾ KSEBക്ക് കൊടുത്തേ പറ്റുള്ളൂ. അത് ഉറപ്പായും സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ അതിന് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അവബോധം ഉണ്ടായിട്ടില്ല. അത് KSEBയെ തകർക്കാനോ അല്ലെങ്കിൽ KSEBയിൽ മാത്രമല്ല, രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും PM സൂര്യഘർ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. SBI പോലെയുള്ള ദേശസാൽകൃത ബാങ്കുകൾ ഇതിന് വലിയ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അംഗീകൃത ഏജൻസികളിൽ നിന്ന് വേണം നമ്മൾ ഇത് മേടിക്കാൻ. ആ ഏജൻസികളെ കൃത്യമായി തിരഞ്ഞെടുക്കുക. ഈ PM സൂര്യഘറിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്യാം. ഒരു അംഗീകൃത ഏജൻസി അവിടെ നിന്ന് നമുക്ക് കണ്ടെത്താം. അവരുമായി ബന്ധപ്പെട്ടാൽ അവർ ഇതിന് വേണ്ടുന്ന മുഴുവൻ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന് നമുക്ക് ബാങ്ക് ലോൺ അടക്കം ഈ ഏജൻസികൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. കാരണം അവർക്ക് ബാങ്കുകൾ പണം കൊടുക്കുന്നതാണ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് പോലെ തന്നെ. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാസം നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് നമുക്ക് ഫ്രീ ആയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. സോളാർ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണ്. കാരണം ഇപ്പോൾ മുല്ലപ്പെരിയാറൊക്കെ വലിയ ഭീഷണിയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു, മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്നു. നോക്കൂ തന്നെ, നമ്മളിപ്പോൾ കൊച്ചിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ആളുകളുടെയൊക്കെ മനസ്സിലൊരു മുഖത്തൊക്കെ ഒരു ഭയം നിഴലിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? ചാനലുകളിൽ ഇതിൻ്റെ ചർച്ചകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുല്ലപ്പെരിയാർ മാത്രമല്ല, ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഡാമുകൾ മുഴുവൻ ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് അത് പിന്നീട് ഒരു ഭീഷണിയായി മാറുകയാണ്. അപ്പോൾ പുതിയ സോഴ്സുകളിലേക്ക് ഇത് സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന സോഴ്സാണ്. സോളാർ പാനലുകളും അതിൻ്റെ ചെറിയ സംവിധാനങ്ങളും മാത്രം ഒരുക്കിയാൽ എല്ലാ വീടുകളിലേക്കും നമുക്ക് ഈ പറയപ്പെടുന്ന സൗരോർജ്ജം എത്തിക്കാൻ കഴിയും, സൗരോർജ്ജത്തിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിയും. നോക്കൂ, ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചി എയർപോർട്ട്. കൊച്ചി എയർപോർട്ടിൽ സിയാൽ മുഴുവൻ സോളാർ പാനലിലാണ് കൊച്ചി എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്ലാറ്റുകളുണ്ട്, അതായത് വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ കോമൺ ഏരിയ ഉണ്ടാവും, അതായത് ലിഫ്റ്റ്, കോമൺ ഏരിയയിലേക്ക് വരുന്ന വൈദ്യുതി. ഇത്തരത്തിൽ ഈ അസോസിയേഷനുകൾക്ക് വെക്കാം. 10 കിലോ വാട്ടിന്റെ പ്രൊജക്ടിന് വരെയും ഈ സബ്സിഡി ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വീടുകൾക്ക് മാത്രമല്ല, ഈ പറയപ്പെടുന്ന കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ റെസിഡൻഷ്യൽ പർപ്പസിന് തന്നെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പോലെയുള്ള വലിയ ബിൽഡിങ്ങുകളിൽ ഈ സോളാർ പാനലുകൾ വെച്ചാലും നമുക്ക് അവിടെയും സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കും, ഓരോ ഫ്ലാറ്റിന് വേണ്ടുന്ന മുഴുവൻ ഊർജ്ജവും അവർ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ബാക്കി വരുന്നത് KSEBക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ രീതി തന്നെ മാറും. ഓരോ മാസവും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് എടുത്ത് പറഞ്ഞു പോയൊരു വിഷയമാണ് കറണ്ട് ബിൽ അടയ്ക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ പെൺകുട്ടികൾ ലെറ്റർ എഴുതി മീറ്റർ ബോക്സിൽ വെച്ചിട്ട് പോയത്. കയ്യിൽ കാശുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വാടക കൊടുത്തിട്ടുണ്ട്. ഞാനാണ് എൻ്റെ വാടക വാങ്ങി എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KSEB എന്ന് വിളിക്കണം, ഞങ്ങൾ ഈ ഫീസ് വരാൻ വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളൊരു ECS മാൻഡേറ്റ് കൊടുത്താൽ മറന്നുപോയതാണ്. ECS മാൻഡേറ്റ് കൊടുത്താൽ ഈ ലോണിലേക്കുള്ള പൈസ കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 1000 1200 രൂപയാണ്. അതങ്ങ് അടഞ്ഞു പോയിക്കോളും. അതിന് വേണ്ടുന്ന കറണ്ട് കിട്ടും. ബാക്കി പൈസ KSEB എടുത്തുകൊണ്ട് പോയിട്ട് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരികയാണ്. അപ്പം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണ് PM സൂര്യഘർ പദ്ധതി. നമുക്കറിയാം, ജൻധൻ യോജനയൊക്കെ വന്ന സമയത്ത് ആളുകളൊക്കെ എന്തിനാണ് സാധാരണക്കാരൻ്റെ അക്കൗണ്ട് എന്ന് ചോദിച്ചു. പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലായത്. കാരണം ജൻധൻ യോജന അക്കൗണ്ടിലേക്കാണ് ഈ കർഷകരായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ആളുകൾക്ക് വർഷാവർഷം 6000 രൂപ മോദിയുടെ പണം, നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, ഈ മോദിയുടെ പണം കിട്ടുന്നത് അതിലേക്കാണ്. അത്തരത്തിൽ ഈ സൂര്യഘർ പദ്ധതി വെച്ച ആളുകൾക്ക് പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും വരാൻ പോവുകയാണ്. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ചുമ്മാതൊന്നും നരേന്ദ്രമോദി സർക്കാർ ഒരു പദ്ധതികളും ആവിഷ്കരിക്കില്ല. എന്തുകൊണ്ടും എക്കണോമിക്കലി നമ്മുടെ നാടിന് പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രയോജനമാണ്. പോക്കറ്റിലെ പണം സംരക്ഷിക്കുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലെ പ്രകൃതിയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും
ഈ സൂര്യപ്രകാശം വെറുതെ പോവുകയല്ലേ. നമ്മുടെ നാട്ടിൽ വലിയ മഴക്കാലത്ത് മാത്രമാണ് ഇത് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന വീട്ടിൽ സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ UPS കാര്യങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കറണ്ട് പോകും. പക്ഷേ അവിടെ ഞാൻ അടയ്ക്കുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഒരു മാസത്തിൽ 150-200 രൂപയാണെന്നേ. 3000 രൂപ 4000 രൂപ വെച്ചുകൊണ്ടിരുന്ന 2 റൂമിൽ AC ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് 3000 രൂപ 4000 രൂപ കറണ്ട് ബില്ല് അടച്ചെടുത്ത് നിന്ന് ഇപ്പോൾ 150 രൂപ 200 രൂപയിലേക്ക് കറണ്ട് ബില്ല് താഴ്ന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് മീഡിയ മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും രോഹിത്ത് ഇത്രയും വിശദമായി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഇത് പലരും ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയാത്ത പലരും ഉണ്ടാകും. അപ്പോൾ അവർക്കിതൊരു വലിയ ഇത് തന്നെയാണ്. കാരണം ഈ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് കറണ്ട് ബില്ല് കാണുമ്പോൾ അതായത് ഈ ചില വീടുകളിൽ അമ്മമാർ മാത്രമേ കാണൂ. അവിടെയൊക്കെ ചിലപ്പോൾ ഒരു ഫ്രിഡ്ജോ ഒരു TV യോ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. വരുന്ന കറണ്ട് ബില്ല് 1000-1500 രൂപയൊക്കെ ആയിരിക്കും. ഇത് കണ്ട് പകച്ച് നിൽക്കുന്നവരെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, സാധാരണക്കാർ. അവർക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് കയ്യിലൊരു ആധാർ കാർഡും പാൻ കാർഡും കയ്യിലുണ്ടെങ്കിൽ PM സൂര്യകറിന്റെ വെബ്സൈറ്റിൽ പോവുക. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റാണ്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിയമാവലികളൊക്കെ വായിച്ച് പഠിച്ചിട്ട് പറ്റുന്നവർ ചെയ്യുക. പ്രകൃതിയോടും മനുഷ്യരോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും.